വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നുവരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി ഉത്കണ്ഠകളെ ഒഴിവാക്കുക. രണ്ടാമതായി ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. മൂന്നാമതായി സമ്പത്തിനോടുള്ള ആസക്തി ഇല്ലാതാക്കുക. ജീവിത വ്യഗ്രത എന്നത് മനുഷ്യജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ്. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തുക. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് വ്യഗ്രതപ്പെട്ട് നടക്കുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം നമ്മെ അനുസ്മരിപ്പിക്കുക. ജീവിത വ്യഗ്രത എന്നത് ജീവിത വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പായും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ അനന്തമായ പരിപാലനയിൽ ആശ്രയിക്കുവാനാണ് സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് ദൈവപരിപാലന? മനുഷ്യകുലത്തിനും പ്രപഞ്ചത്തിനും ദൈവം നൽകുന്ന സംരക്ഷണത്തെയാണ് ദൈവിക പരിപാലനയെന്ന് നമ്മൾ വിളിക്കുക. നമ്മളെല്ലാവരും ദൈവത്തിന്റെ അനന്തമായ പരിപാലനയുടെ കീഴിലാണ് വസിക്കുക. ഭൂമിയിലെ സർവചരാചരങ്ങളെയും ദൈവം അനുനിമിഷം കാത്തു പരിപാലിക്കുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നുവെന്നാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ഇസ്രായേൽക്കാരുടെ മരുഭൂമി യാത്രയിൽ പകൽ മേഘത്തോണും രാത്രി അഗ്നിസ്തംഭവുമായിട്ടാണ് ദൈവം അവരെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്തത്. തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കരുണയിലും പരിപാലനയിലും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി സമ്പത്തിൽ അമിതമായി ആശ്രയിക്കരുതെന്നാണ് സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമായി വർത്തിക്കുക. അഴിമതി, അസൂയ, അക്രമം എന്നീ തിന്മകളെല്ലാം ഉത്ഭവിക്കുന്നത് ധനമോഹത്തിൽ നിന്നുമാണ്. സമ്പത്തിൽ അമിതമായി ആശ്രയിക്കരുത്, മറിച്ച് ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉടയവനെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സമ്പത്തിന്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടും ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നാം തയ്യാറാകണം. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനഭാഗം അവസാനിക്കുക. സഹോദരങ്ങളെ, ഈ സുവിശേഷ ഭാഗത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്കണ്ഠകളെയും ജീവിത വ്യഗ്രതകളെയും നമുക്ക് ഒഴിവാക്കാം. ദൈവത്തിന്റെ അനന്തമായ പരിപാലനയിൽ ആശ്രയിക്കുവാനും സമ്പത്തിനോടുള്ള ആസക്തി ഉപേക്ഷിക്കുവാനും നമുക്ക് തയ്യാറാകാം. ദൈവത്തിന്റെ വലതുകരമാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നതെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ക്രൈസ്തവ ജീവിതത്തെ കൂടുതൽ നവീകരിക്കുകയും ക്രിസ്തു ശിഷ്യത്വത്തിൽ വളരുകയും ചെയ്യാം.